ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഉമേസ് മ്യൂസിയം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഈസ് എ മെമ്പർഷിപ്പ് ഫീ പെയ്ഡ് ബൈ ദ മെമ്പർ ഓൺ ആനുവൽ ബേസ്. അപ്പം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ മെമ്പർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ ആ മെമ്പർ ഓർഗനൈസേഷനിലേക്ക് നൽകുന്ന മെമ്പർഷിപ്പ് ഫീസായിട്ട് നൽകുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മെമ്പർഷിപ്പ് ഫീസ് ആണ് പെയ്ഡ് ബൈ ദ മെമ്പർ. ഓർഗനൈസേഷനിലെ മെമ്പറായിട്ടുള്ള അംഗമായിട്ടുള്ള വ്യക്തി ഓർഗനൈസേഷനിൽ എന്തിൻ്റെ ആ മെമ്പർഷിപ്പ് ഫീസായിട്ട് നൽകുന്ന എമൗണ്ടിനാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പേ ചെയ്യുന്നത്? ഓൺ ആനുവൽ ബേസിലാണ് സബ്സ്ക്രിപ്ഷൻസ് പേ ചെയ്യുന്നത്. ഇപ്പോൾ ഓർക്കുക, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പീരിയോഡിക് ബേസിലാണ്, ആനുവൽ ബേസിൽ അതിൽ അംഗമാകാൻ വേണ്ടി ആ മെമ്പർ നൽകുന്ന എമൗണ്ടിനെയാണ് അതിനെ എന്തെന്ന് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. അതിനെ സബ്സ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ പറയുക. സബ്സ്ക്രിപ്ഷൻ എന്നത് നമ്മൾക്കറിയാം. സബ്സ്ക്രിപ്ഷൻ എന്താണെന്നറിയാം. ഇൻകം ഓഫ് ദി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് പോയിന്റ്, സബ്സ്ക്രിപ്ഷൻ ഈസ് പെയ്ഡ് ബൈ ദ മെമ്പർ ഈസ് ഷോൺ ആസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആസ് ഇൻകം ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം സബ്സ്ക്രിപ്ഷൻ ഒരു മെമ്പർ പേ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനെ നമ്മളെവിടെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എന്തായിട്ട് റെസിപ്റ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസിപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓർക്കുക, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ എടുക്കുന്നത് അല്ലേ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ അതിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ ഷോ ചെയ്യും. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ സൈഡിൽ നമ്മൾ എഴുതും. അതോടൊപ്പം തന്നെ ആസ് ഇൻകം ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പം അതിനെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, നിങ്ങളെ ഒന്ന് ഓർക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെമ്പർ പെയ്ഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അല്ലെ, റെസിപ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് റെസിപ്റ്റ് സൈഡിൽ കാണിക്കണം. അതോടൊപ്പം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം സൈഡിൽ നമ്മൾ നൽകണം. നമ്മൾ പറഞ്ഞ വീഡിയോയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലാണ് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് എന്ന് പറയുന്ന ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ ഓർക്കുക, ഏറ്റവും ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടി ഓർക്കുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യുമ്പം അതിൻ്റെ ഏത് സൈഡിൽ വരും? ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കുക, ഡെബിറ്റ് സൈഡിൽ. അപ്പം നേരെ ഓപ്പോസിറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏത് സൈഡിൽ വരും? ക്രെഡിറ്റ്. ജസ്റ്റ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പം റൂൾസ് ഒക്കെ അഥവാ മറന്നുപോയെങ്കിൽ തന്നെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ അഥവാ ഇൻകം സൈഡാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ടോട്ടൽ എമൗണ്ട് ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ കറണ്ട് ഇയറിലെ ഈ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ നൽകുന്നതെന്നും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തായിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തരും ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് ഇയറിലെ ഒക്കെ തരും. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഈ ഐറ്റംസ് കൂടെ ഉള്ള ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നോക്കുക, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തരുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ആദ്യം എടുക്കണം. അതിൻ്റെ കൂടെ ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ കറണ്ട് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ്. അപ്പം കറണ്ട് ഇയറിലെ ആ വർഷത്തെ അല്ലെങ്കിൽ ആ വർഷം തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ കറണ്ട് ഇയറിലെയോ ക്ലോസിംഗ് ഡേറ്റിലെയോ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം, ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ റിസീവിൻ്റെ കൂടെ. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത എമൗണ്ടിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് ഏതാ? ക്ലോസിംഗ് ഇയറിലെ അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ. ഇപ്പോൾ ഓർക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്
പ്രീവിയസ് ഇയറിലെയും ഓപ്പണിംഗ് ഡേറ്റിലെയും തന്നിരിക്കും ക്വസ്റ്റിനകത്ത്, ക്ലോസിംഗ് ഡേറ്റിലേ തരും. അപ്പോൾ ഏതാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഓർക്കുക. സബ്സ്ക്രിപ്ഷൻ തന്നിരിക്കുന്ന റിസീവ് ചെയ്ത എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന അതിൻ്റെ കൂടെ കൂട്ടേണ്ട എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയർ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ്, ആ വർഷം അവസാനത്തിലെ ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പം സബ്സ്ക്രിപ്ഷൻസ് ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഇതിൻ്റെ കൂടെ അടുത്ത സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി കിട്ടിയിരിക്കുക അല്ലേ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലഭിച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അത് ഓപ്പണിംഗ് ഡേറ്റിലെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഡേറ്റിലെ അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഒപ്പം ആഡ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി നമുക്ക് ലഭിച്ചിരിക്കുക. അപ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എമൗണ്ട് അത് ഏത് എമൗണ്ട് ആണെന്ന് നോക്കുക, ഓപ്പണിംഗ് ഡേറ്റിലെ എമൗണ്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. ക്വസ്റ്റ്യൻ അത് പ്രീവിയസ് ഇയറിന് തന്നിരിക്കും അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. ആ എമൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഐറ്റം എന്താണ്, സബ്സ്ക്രിപ്ഷൻ ആദ്യം റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ ക്ലോസിംഗ് ഡേറ്റ് അല്ലെങ്കിൽ കറണ്ട് ഇയർ. ഇത് അതിൻ്റെ കൂടെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിൽ നമ്മളൊക്കെ തലേ വർഷത്തെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതിൽ നിന്നും നെക്സ്റ്റ് ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പ്രീവിയസ് ഓർ ഓപ്പണിംഗ് ഡേറ്റ്. അപ്പം നമ്മൾ പറഞ്ഞാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ആഡ് ചെയ്യണം. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പ്രീവിയസ് ഇയർ തലേ വർഷത്തെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. അപ്പം എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ഔട്ട്സ്റ്റാൻഡിങ് ആയി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയർ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ എന്താ ആദ്യം പഠിച്ചത്, ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ക്വസ്റ്റിനകത്ത് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പം തന്നിരിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ലെസ് ചെയ്യുക, അത് എമൗണ്ട് എഴുതുക ഇന്നർ കോളത്തിൽ. അതിൽ നിന്നും ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദ കറണ്ട് ഇയർ ഓർ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ഓർക്കുക, നമ്മൾ പറഞ്ഞാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമുക്ക് മുൻകൂട്ടി കിട്ടിയ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഇയറിലെ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിലെ ആ വർഷത്തെ അല്ലെങ്കിൽ ആ ക്ലോസിംഗ് ഡേറ്റിൽ തന്നിരിക്കും നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയർ അല്ലെ ഓപ്പണിംഗ് ഡേറ്റിൽ ആഡ് ചെയ്യുകയും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ കറണ്ട് ഇയർ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ 2 ഐറ്റംസും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, 2 കൂടെ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് കൂട്ടിയിട്ട് അവിടെ ഔട്ടർ കോളത്തിൽ ഓൾറെഡി ആഡ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ എമൗണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകം സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ട് നമുക്കിവിടെ ലഭിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ആസ് പെർ ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് ഓൺ മാർച്ച് 31, 2017 ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വെയർ ₹2,50,000. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മാർച്ച് 31, 2017 ഇയർ എൻഡിലെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അനുസരിച്ച് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്ന എത്രയാണ്, 2,50,000. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആസ് പെർ ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ ഓൺ മാർച്ച് 31, 2017 ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വെയർ ₹2,50,000. അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഐറ്റമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിലൂടെ പറയുക. ഒന്ന് നോക്കിയേ, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇയർ എൻഡിൽ 31 മാർച്ചിൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്,
ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യം എടുക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്നാ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫോർമാറ്റ് ഇപ്പം പറഞ്ഞാണ്, അതിൽ ആദ്യം എടുക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വേറെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 31 മാർച്ച് 2007 പ്രകാരം ലഭിച്ച എമൗണ്ട് ആണ്, സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കിട്ടിയ എമൗണ്ട് ആണ് 2,50,000. ഇത് ആദ്യം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെന്നാ എഴുതുന്നത്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ 2,50,000 2,50,000 ആദ്യം എഴുതണം. ഡീറ്റെയിൽസിനകത്ത് എമൗണ്ടും എഴുതുക. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു ക്വസ്റ്റിനിലെ ആദ്യത്തെ ഐറ്റം നമ്മൾ എഴുതി, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 2,50,000 ആദ്യം എഴുതി. ഇനി അതിനകത്ത് ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/4/2016 ₹50,000. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് തന്നിരിക്കുന്നത്. 1/4/2016 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, അത് ഓപ്പണിംഗ് ആണ്. കാരണം പ്രോബ്ലം തന്നിരിക്കുന്ന ഇയർ എൻഡിൽ ഏതാ തന്നിരിക്കുന്നത്, മാർച്ച് 2017 മാർച്ച് 31 ഇയർ എൻഡിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഇതിനകത്തുള്ള സബ്സ്ക്രിപ്ഷൻസ് റിസീവ് ചെയ്ത് തന്നിരുന്നത്. അപ്പം മാർച്ച് 17 അപ്പം നമുക്ക് അടുത്ത സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിരിക്കുന്നത് 1/4/2016 എന്ന് വെച്ചാൽ അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രീവിയസ് ഇയറിൽ 16-17 എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് വരുന്നത് അല്ലേ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെയാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഓർക്കുക ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞാണ് വീഡിയോയിൽ. അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് മനസ്സിലായി, ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് മനസ്സിലായി. 1/4/2016 ഡേറ്റ്, ഇയർ ഈ ഡേറ്റ് നോക്കുക. ഓപ്പണിംഗ് എന്ന് പറയുന്നത് അല്ലേ 2016 ഏപ്രിൽ 1 അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെയാണ് അല്ലേ, പ്രീവിയസ് ഇയറാണെന്ന് ഓർത്താൽ മതി. പ്രീവിയസ് ഇയറിലെ 16 തൊട്ട് പ്രീവിയസ് ഇയറിലാണ് 17 തൊട്ട് മുന്നിലുള്ള ഇയറാണ് 16. അപ്പോൾ പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഐറ്റം ഇവിടെ വയ്ക്കുന്നു. ഇനി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ക്വസ്റ്റിനകത്ത് നമ്മൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ ഐറ്റം നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2017 ₹35,000. ഇതെന്താണ്, 17 അല്ലേ, 2017 മാർച്ച് 31 സബ്സ്ക്രിപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എത്ര, 35,000. ഇതെന്തായിരിക്കും, ക്ലോസിംഗ് ഡേറ്റിലെ അല്ലെങ്കിൽ കറണ്ട് ഇയറിലെയാണ് അല്ലേ. കറണ്ട് ഇയറിലെ എമൗണ്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ ഓൾറെഡി ഈ സബ്സ്ക്രിപ്ഷൻ റിസീവിങ് ചെയ്തതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ്, കറണ്ട് ഇയറിലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർക്കുക പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ കറണ്ട് ഇയർ എന്ന് ഓർക്കുക, കറണ്ട് ഇയറിലെയാണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം കറണ്ട് ഇയർ അല്ലേ. അല്ലെങ്കിൽ ഓർക്കുക ക്ലോസിംഗ് ഡേറ്റ്, ഏതായാലും ഒന്ന് ഓർത്താൽ മതി. ഒന്നെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് ഓർക്കുക, എളുപ്പം കറണ്ട് ഇയർ പ്രീവിയസ് ഇയർ എന്ന് ഓർക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പ്രീവിയസ് ഇയറിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, ലെസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല. ആഡ് ചെയ്യുന്ന ഐറ്റംസ് ക്വസ്റ്റ്യനിലുള്ളത് ഐറ്റംസ് നോക്കുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഐറ്റം അടുത്തതായിട്ട് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31 മാർച്ച് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതി. എത്രയാണ് എമൗണ്ട്, 35,000. അത് ആഡ് ചെയ്തു. അടുത്ത ഐറ്റം നെക്സ്റ്റ് പോയിന്റ് നോക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2016 ₹25,000. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അത് നോക്കണം, നോട്ട് ചെയ്യണം. എന്നിട്ട് ഏത് വർഷത്തെയാണ്, 2016 സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത് എത്ര എമൗണ്ട്, 25,000 എമൗണ്ട് റിസീവ് ചെയ്തു. അപ്പം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ആണ് ക്ലോസിംഗ് ആണെന്ന് നോക്കുക. ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ആണ്. കാരണം 2016 നമ്മൾ പ്രോബ്ലം ചെയ്തത് 17 അപ്പം ഓപ്പണിംഗ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, പ്രീവിയസ് ഇയറിൽ
ഇയറിലെ ആണ് റിസീവ്ഡ് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയറിലെ ആണ് എന്ത് ചെയ്യണം ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം ഓൾറെഡി നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഇത് ഓർക്കുക, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിലെ ആയതുകൊണ്ട് അല്ലെ പ്രീവിയസ് ഇയറിലെ ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ 17 പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്, 16 ബിഗിനിങ്ങിലെയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നിരിക്കുന്നത്. എത്ര എമൗണ്ട് 25,000. ഇതെന്ത് ചെയ്യണം നമ്മൾ ആഡ് ചെയ്യണം. അത് നോട്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തത് 2,50,000 ആഡ് ചെയ്യേണ്ടത് ഐറ്റം ക്ലോസിംഗ് ഡേറ്റിലെ അല്ലെങ്കിൽ കറണ്ട് ഇയറിൽ നമ്മൾ ആഡ് ചെയ്തു 3,35,000. അത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റിലെ നമ്മൾ എന്ത് ചെയ്തു അതും ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ 3,10,000 3,10,000 എമൗണ്ട് കിട്ടി. ഇതിൽ നിന്ന് നമ്മളിനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ടോയെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1/4/2016 നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 50,000 രൂപയാണ്. അതെന്ത് ചെയ്യണം പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ്, അത് നമ്മൾ ലെസ് ചെയ്യണം. ആ ഐറ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് ലെസ് ചെയ്യുക. അത് എത്ര എമൗണ്ട് 50,000 രൂപയുടെ എമൗണ്ട് ലെസ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 1/4/2016 50,000 നമ്മൾ എഴുതി. ഒന്നെങ്കിൽ ഈ എമൗണ്ട് ലെസ് ചെയ്യാനുള്ള എമൗണ്ടെല്ലാം ഇന്നർ കോളത്തിൽ എഴുതുക, എന്നിട്ട് കൂട്ടിയതിന് ശേഷം അത് ഔട്ടർ കോളത്തിലെ എമൗണ്ടിൽ നിന്നും കുറയ്ക്കുക. അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതി ഓരോ ഐറ്റംസും കുറയ്ക്കാനുള്ളത് കുറച്ച് എഴുതിയാലും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഐറ്റം നോക്കാം നമുക്ക്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st March 2017 ₹30,000. അപ്പം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. ഓൺ ഡേറ്റ് നോക്കുക 2017 മാർച്ച് 31. അപ്പോൾ അത് ക്ലോസിംഗ് ഡേറ്റിലാണ് അല്ലേ. ക്ലോസിംഗ് ഡേറ്റ് അല്ലെങ്കിൽ എന്നാ കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റ്. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയും ഏതെങ്കിലും ഒരു ഐറ്റം ഓർത്താൽ ക്ലോസിംഗ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കറണ്ട് ഇയർ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ, ഇയർ എൻഡിങ്ങിലാണ് 2017 ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ എമൗണ്ട് എത്ര എമൗണ്ട് 30,000 രൂപ ലെസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, ലെസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുക, പ്രോബ്ലത്തിൽ ലെസ് ചെയ്യുന്ന എമൗണ്ട് 30,000 രൂപയെ നമ്മൾ ലെസ് ചെയ്യണം. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റിൽ 30,000 രൂപ നമ്മൾ എഴുതി. അപ്പോൾ രണ്ട് എമൗണ്ടും കുറയ്ക്കാനുള്ള രണ്ട് എമൗണ്ട് 50,000 അതുപോലെ തന്നെ 30,000 അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിങ്ങിലെയും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിങ്ങിലെ എമൗണ്ടും നമ്മൾ കൂട്ടി. നമുക്ക് ഓൾറെഡി 3,10,000 3,30,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ കുറയ്ക്കാനുള്ള 80,000 കുറച്ച് ഡിഫറൻസ് 2,30,000 ടോട്ടൽ എമൗണ്ട് കിട്ടി. അപ്പം ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 2016-17 എമൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് 2,30,000 എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ആവർത്തിച്ച് കാണുക. ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.